എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഋതു രക്ഷപ്പെടാനെന്ന അവസാന ശ്രമം എന്നോണം സേതുവിനും പല്ലവിനെയും കൂടെ വിളിക്കുകയാണ്. അങ്ങനെ അവസാനം സേതുവിനും പല്ലവിക്കും ആ വീടിരിക്കുന്ന എവിടെയാന്നുള്ള ലാൻഡ്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ജെല്ല് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ഋതു അവിടെ കുറെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സേതുവിനും പല്ലവിക്കും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു, ഋതു പറഞ്ഞനുസരിച്ച് ഇവിടെ അടുത്ത സ്ഥലം അതെന്ന് എനിക്ക് തോന്നണെന്ന് പറയണം. ഒരു കാട് പിടിച്ചെടുക്കുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടുണ്ട്, അതാന്ന് എനിക്ക് തോന്നണെന്ന് പറയണം. ഇത് കേട്ടതും സേതു പറഞ്ഞു, അത് കേട്ടതും പല്ലവി പറഞ്ഞു, ബാ സേതു കേട്ടാ, എന്നാ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാന്ന് പറയാണ്. അങ്ങനെ പല്ലവി സേതുവും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയം ഋതു സർവ്വദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, അവർക്ക് ഈ വീടൊന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഒരു കാരണവശാലും പ്രതാപം വരരുത്. പ്രതാപം വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതിനേക്കാൾ ഉപരി രാത്രിയായിക്കൊണ്ടിരിക്കുക. ആ ഒറ്റപ്പെട്ട വീട്ടില് എങ്ങനെ എന്താന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയില ഋതു ഇരിക്കുന്നത്. കുറെ സമയം കഴിഞ്ഞു. കുറെ സമയം കഴിഞ്ഞിട്ട് സേതുവിനെയും പല്ലവിനെയും കാണുന്നില്ല. അപ്പോഴേക്ക് ഋതുവിന് വീണ്ടും ടെൻഷൻ കൂടി. പിന്നീട് ഋതു ഒന്നുകൂടെ വിളിക്കുകയാണ്. ഋതു ഒന്നുകൂടെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട, ഇപ്പൊ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തും, ധൈര്യപൂർവ്വം അവിടെ ഇരുന്നോളാൻ പറയാണ്. ആ പ്രതാപൻ ആരും അങ്ങോട്ട് വന്നില്ലോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ആരും വന്നിട്ടില്ല എന്ന് പറയണം. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഋതു ഒരു കാർ വരുന്ന ശബ്ദം കേൾക്കുകയാണ്. ഋതുവിന്റെ നെഞ്ചിലൊരു പടപട ഇടിപ്പ്. ഇനിയിപ്പോ പ്രതാപനാണോ ആരാന്ന് അറിയത്തില്ലോ. അപ്പോഴേക്കും സേതുവും പല്ലവിയും കൂടെ അവിടെ കാർ നിർത്തിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുവാണ്. ആ സമയം ഋതു ജനലിന്റെ അവിടെ നിന്ന് നോക്കി. സേതുവും പല്ലവി വരുന്നത് അവരെ കണ്ടു കഴിഞ്ഞപ്പോ സമാധാനമേ. ദേ പല്ലവി ഇങ്ങോട്ടേക്ക് ഇവിടെയാന്ന് പറയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് വന്നു. ദേ കഥ ഇവിടെയായിട്ടാ എന്ന് പറയണ. നോക്കിയപ്പോ തുറക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് സേതു എന്ത് ചെയ്യണം, ഒറ്റ ചവിട്ടായിരുന്നു കഥയിനിട്ട്. പഴയ വീടല്ലേ, കഥവ് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോന്നു. അങ്ങനെ സേതുവും പല്ലവിയും കൂടെ അകത്തേക്ക് കിടക്കണം. അകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് ആപ്പ ടെൻഷനായിരുന്നു. ഋതുവിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ, എത്രയൊക്കെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാലും പല്ലവിയുടെ അല്ലെങ്കിൽ സേതുവിന്റെ മനസ്സിൽ അവളോട് ദേഷ്യവും കാര്യമൊന്നുമില്ല. അങ്ങനെ ദേഷ്യപ്പെടാനായിട്ട് ഈ പറയുന്ന പല്ലവിക്കോ സേതുവിനോ സാധിക്കില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവൾ അവിടെ കിടന്ന് ചത്തോട്ടെ, അല്ലെങ്കിൽ അവൾക്ക് എന്ത് സംഭവിച്ചാലും തനിക്കൊരു കുഴപ്പമില്ലെന്ന് സേതു കരുതിയാനും. പക്ഷെ സേതുവിന് അങ്ങനെ കരുതാൻ പറ്റില്ല. തന്റെ പെങ്ങളല്ലേ, അവളെ രക്ഷിക്കേണ്ട തന്റെ ചുമതലയല്ലേ. പെങ്ങന്മാർക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കേണ്ട ചുമതല തനിക്കാണ്. അവരെ നേർവഴിക്ക് നടത്തേണ്ട തന്റെ ചുമതലയാണ് എന്ന് കരുതുന്നവനാണ് സേതു. പിന്നീട് പല്ലവി കുഴപ്പമൊന്നും ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞേ, കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു പ്രശ്നവും പറ്റിയിട്ടില്ല എന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല അവൻ എന്താ പറഞ്ഞേ, ആ പ്രതാപനല്ലേ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു, അതെ പ്രതാപന, അങ്ങേരെ ഇത്രയും കാലം ഞാൻ അമ്മയുടെ സഹോദരനാണല്ലോ എന്ന് കരുതി ആ പരിഗണന കൊടുത്താ കണ്ടുകൊണ്ടിരുന്നേ. പക്ഷെ അയാളുടെ ചതി ഞാൻ ഇപ്പോഴാ തിരിച്ചറിഞ്ഞെന്ന് പറയണം. പിന്നീട് ഋതു അവിടെ ഇരിക്കുന്ന മുദ്രപത്രം എടുത്ത് കാണിക്കണം. അതെ, ഈ മുദ്രപത്രത്തെ ഞാൻ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞോണ്ടായിരുന്നു അവന് എന്നോട് കിടന്ന് മസിൽ പിടിച്ചോണ്ടിരുന്നേന്ന് പറയാം. പിന്നീട് പല്ലവി ആ മുദ്രപത്രം വായിച്ചു നോക്കാണ്. ഋതു മുഴുവൻ തുക കൈപ്പറ്റിയിരിക്കുന്ന ഉള്ള അവന് പണം തരാൻ കഴിയില്ലാഞ്ഞിട്ട് കാണിച്ച വിദ്യയാന്ന് പറയണം. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, അവന്റെ ഒരു മുദ്രപത്രം എന്നും പറഞ്ഞിട്ട് ആ മുദ്രപത്രം അങ്ങോട്ട് വാങ്ങി അത് വലിച്ചു കീറി പീസാക്കി ഒറ്റ ഏറ് കൊടുക്കുകയാണ്. ഈ സമയം പല്ലവി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പാസ് ചെയ്തു കേട്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, അവനെ ഒന്ന് കാണണം എന്ന് പറയണം. ഈ സമയം ഋതു പറഞ്ഞു, താങ്ക്സ് കേട്ടോ എന്ന് പറയണം രണ്ടുപേർക്കും. പല്ലവി പറഞ്ഞു, താങ്ക്സോ, എന്തിനാ താങ്ക്സ് പറയുന്നേ, ഋതുവിനെന്നല്ല പൊന്നുമടത്തിൽ ആർക്ക് എന്തൊരു ആപത്ത് വന്നാലും സേതുവേട്ടൻ ഞാനും പാഞ്ഞെടുക്കും. കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് പറയണം. സേതു പറഞ്ഞു, ഞാൻ പ്രതാപനെ ഒന്ന് കാണുന്നുണ്ട്, എന്റെ പെങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാന്ന് ഞാൻ അവനെ കളി പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറയണം. ഋതു ആദ്യമായിട്ടാണ് അങ്ങനെയുള്ളൊരു സേതുവിന്റെ മുഖം കാണുന്നത്. കാരണം ദേഷ്യം കൊണ്ട് ചുമന്നു. ഭയങ്കര ദേഷ്യമായിരുന്നു സേതുവിന്. കാരണം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഋതുവിന് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊന്നുമടത്തെ മൊത്തം ആകെപ്പാടെ പിടിച്ചു വിളിച്ചേനം. പൂർണിമയ്ക്ക് ഒരിക്കലും അത് സഹിക്കാനും പറ്റുന്ന കാര്യമായിരുന്നില്ല. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടെ. പിന്നീട് ഋതുവിനോട് പറഞ്ഞു, ബാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം പ്രതാപം ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ മദ്യപിച്ച് ഉന്മത്തനായി കഴിഞ്ഞതിന് ശേഷം പ്രതാപം പോയി പത്മയോട് പറഞ്ഞു, അതെ ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വട്ടെ എന്ന് പറയണം. അതേ പ്രതാപേട്ട, റിസ്ക് ആട്ടോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ സേതു ആ ആള് അവൻ അടങ്ങിയിരിക്കും തോന്നില്ല എന്ന് പറയണം. നീ ധൈര്യമായിട്ടിരിക്കും പത്മേ, നീ എന്തിനാ പേടിക്കണേ, ഞാനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പിന്നെ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യുവാണ്, പ്രതാപൻ നേരെ ഋതുവിനെ ആ പൂട്ടിയിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ കാര്യം കാണുന്ന കഥയൊക്കെ ചവിട്ടി പൊളിച്ചിരിക്കുന്നു. പെട്ടെന്ന് പ്രതാപൻ അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേനും അവിടെ ഋതുവില്ല. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ മുദ്രപത്രം എല്ലാം വലിച്ചു കീറി പീസാക്കി ഇട്ടിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പായി, സേതു ഇവിടെ വന്നിരിക്കുന്നു.
അവളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയിരിക്കുന്നു. നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ലാൻഡ് ഫോൺ അവിടെ കുത്തിയിട്ടുണ്ട്. ഓഹോ, അപ്പൊ ലാൻഡ് ഫോൺ അവൾ റിപ്പയർ ചെയ്ത് അതിനകത്തുനിന്നാണ് അവൾ വിളിച്ചിരിക്കുന്നത്. ഋതുവിന് ബുദ്ധിയുള്ളതുകൊണ്ടാ ഋതു അങ്ങനെ ചെയ്തേ. സേതുവിന് പ്രതാപൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നാത്ത ഒരവസ്ഥയായി. പെട്ടെന്ന് പ്രതാപൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ദ്രനെ വിളിക്കുവാണ്. അങ്ങനെ ആ പാതിരാത്രി സമയത്ത് ഇന്ദ്രനെ കാണാനായിട്ട് പ്രതാപൻ ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനോട് പറഞ്ഞു, ആകെപ്പാടെ പ്രശ്നമായെന്ന് പറയണേ. എന്താ എന്താ പ്രതാപ കാര്യം? അവള് രക്ഷപ്പെട്ടെന്ന് പറയാണ്. രക്ഷപ്പെട്ടോ? അതെ, ഞാൻ വീട്ടിൽ പോയ സമയത്ത് ആ സേതുവായിരിക്കും അവളെ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപന്റെ കോളറിന് പോയി ഇന്ദ്രനെ അങ്ങോട്ട് പിടിച്ചു. അവളെ കൈ കിട്ടിയതല്ലായിരുന്നോടാ, എന്നിട്ട് നീ നശിപ്പിച്ച് കളഞ്ഞല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പ്രതാപൻ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വീട്ടിൽ പോയതുകൊണ്ട്. വീട്ടില് അവിടെ നീ കാവലായിട്ട് നിൽക്കണ്ടായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ ആ സേതുവിന് സാധ്യത നമുക്ക് പൊക്കാൻ മേലായിരുന്നോ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കൊണ്ട് നശിപ്പിച്ചിട്ട് വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ല എന്നൊക്കെ പറയണം. ഇത് കേട്ട പ്രതാപൻ പറഞ്ഞു, ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവള് വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറയും. ഇതോട് കൂടിയിട്ട് എനിക്ക് ആ വീട്ടിലേക്ക് പോലും കയറണ്ടാന്ന് പറയണം. അനുഭവിച്ചോ, കയറാനുള്ള നല്ല ഒന്നാന്തര അവസരമല്ലേ നീ കളഞ്ഞു കുളിച്ചേ. നീ ആ വീട്ടിൽ കയറുമായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ അതും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിച്ചില്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കും. തൽക്കാലത്തേക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും ബുദ്ധി. ആ സേതുമാധവൻ വെറുതെ ഇരിക്കും തോന്നില്ല. ഞാനാണ് ഇതിന്റെ പിന്നിൽ നിന്ന് എല്ലാ സത്യങ്ങളും അല്ലെങ്കിൽ തന്നെ അവൻ അറിഞ്ഞു കഴിഞ്ഞു. അവൻ അടങ്ങിയിരിക്കില്ല എന്ന് പറയണം. അവൻ മിക്കവാറും വെല്ലുവിളിയായിട്ട് എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറയാണ്. ആ സമയം ഋതുവിനെ കൊണ്ട് സേതുവും പല്ലവിയും കൂടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. പൂർണിമ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തെ ഋതു ഓടിച്ചെന്ന് പൂർണിമേനെ കെട്ടിപ്പിടിക്കണം അമ്മയെന്നും പറഞ്ഞിട്ട്. പിന്നീട് ചോദിച്ചു, മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലമ്മേ, കൃത്യസമയത്ത് തന്നെ ഇതേ ഇവര് വന്നുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. അപ്പോഴേക്ക് സ്വാതിയും അവരെല്ലാം കൂടെ എഴുന്നേറ്റ് വന്നു. പിന്നീട് സ്വാതി വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചി, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സ്വാതി പറഞ്ഞു, വല്യേട്ടന്റെ മഹത്വം ഇപ്പൊ മനസ്സിലായോ? ഇതാ ഞാൻ പറഞ്ഞത്. വല്യേട്ടൻ കൃത്യസമയത്ത് വന്നോണ്ടല്ലേ രക്ഷപ്പെട്ടെ, അല്ലായിരുന്നെങ്കിൽ ചേച്ചി എന്ത് ചെയ്തേനെന്ന് ചോദിക്കാം. ഋതുവിനും മിണ്ടാട്ടം മുട്ടിപ്പോയി. ആ സമയം പൂർണ്ണിമ പറഞ്ഞു, മോളെ ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും സേതുവിനെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സേതു ഈ കുടുംബത്തിൽ വേണം. അല്ലെങ്കിൽ ഈ കുടുംബത്തിലേക്ക് ഉണ്ടാകുമെന്ന ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അത്. സേതു കുടുംബത്തിലുള്ളതുകൊണ്ടല്ലേ. ഒരു പക്ഷെ ഇല്ലായിരുന്നു നിന്ന് എന്ത് ചെയ്താനെന്ന് ചോദിക്കുക. ദേട്ടൻ പല്ലു പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട പൂർണ്ണിമെന്ന് പറയാണ്. പറയാതിരുന്നിട്ട് കാര്യമില്ല, പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തണമെന്ന് പറയാണ്. പിന്നീട് ഹൃദയ എന്ന് സേതുവിനോട് പറഞ്ഞു, അതെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ പെട്ടുപോയനം. പിന്നെ നിങ്ങൾ ആ കൃത്യസമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്നു. അതുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ട്. ഒരു നന്ദി പറച്ചിലും കൊണ്ടൊന്നും തീരില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ നിങ്ങളെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ രക്ഷിക്കാൻ വരാതിരിക്കായിരുന്നു. പക്ഷെ അതൊന്നും മനസ്സിൽ വെച്ചില്ല. അതുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൂപ്പിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, കണ്ടോ അവളുടെ മനസ്സിൽ നല്ല കുറ്റബോധമുണ്ട്. അവൾ പതുക്കെ മാറിക്കോളൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ അവൾക്ക് തോന്നിയിട്ടുണ്ട് അവളുടെ വല്യേട്ടൻ ഉള്ളതുകൊണ്ടാണ് അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന്. പിന്നീട് സേതു പറഞ്ഞു, അവനെ ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല, വെറുതെ വിടാൻ പോകുന്നില്ല ആ പ്രതാപനെ എന്ന് പറയാണ്. ഇത് കേട്ടോ പൂർണ്ണിമ പറഞ്ഞു, അവനെ വെറുതെ വിടല്ലേ സേതു, ഒരു കാരണവശാലും. എന്റെ മാധവേട്ടൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത് ആ ടെക്സ്റ്റൈൽ ഷോപ്പ് എത്രമാത്രം അധ്വാനം ഉണ്ടെന്നറിയാവോ. ഇത്രയും കാലം അവനത് മുടിപ്പിച്ച് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ അല്ല മാധവേട്ടൻ അവനെ അങ്ങോട്ടേക്ക് കയറ്റായിരുന്നേ. മുമ്പ് കുറുപ്പേട്ടനും ആണെങ്കിലും സേതു ആണെങ്കിലും എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് അവൻ അത്ര ശരിയല്ലെന്ന്. പക്ഷെ ഞാൻ അന്നൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴാ അവന്റെ തനി നിറം ഞാൻ അറിയണേ. ഒരു പക്ഷെ അന്നാ നിഖിലുമായിട്ടുള്ള കല്യാണം പോലും അവനുണ്ടാക്കി ചതിക്കണേന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലാകുന്നെന്ന് പറയണം. ഏട്ടൻ പല്ലവി പറഞ്ഞു, ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ പൂർണ്ണിമേ, അതൊരു ചതിയായിരുന്നു. പ്രതാപനും നിഖിലും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ കുടുംബത്തെ ചതിക്കാൻ വേണ്ടിയായിരുന്നു. കൃത്യസമയത്ത് തന്നെ സേതുവേട്ടൻ ഞാനും ഒക്കെ ഇടപെട്ടുകൊണ്ട് മാത്രം അച്ഛൻ്റെ ജീവിതമാണെങ്കിലും രക്ഷപ്പെട്ടേന്ന് പറയാം. ഇത് കേട്ടൻ പൂർണ്ണം പറഞ്ഞു, തെറ്റെന്റെ ഭാഗത്താ. ഞാൻ ഒരിക്കലും സേതുവിനെ സംശയിക്കാൻ പോലും പാടില്ലായിരുന്നു. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായി നടക്കുന്ന എന്റെ മോനെ ഞാൻ സംശയിച്ച് എന്നും പറഞ്ഞുകൊണ്ട് സേതുവിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്കും ഭയങ്കര സന്തോഷമായി. കാരണം അമ്മയ്ക്കാണേലും ഇപ്പൊ ബോധ്യപ്പെട്ടു അമ്മയാണ് തെറ്റ് ചെയ്തത്, സേതുവിനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അങ്ങനെ വീണ്ടും പൊന്നുമടത്തി സന്തോഷത്തിന്റെ തിരകളടിക്കുകയാണ്. പക്ഷെ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല പ്രതാപന്. പ്രതാപൻ ഇനി ഓരോ കുരുക്കളുമായിട്ട് വരും. പക്ഷേ എങ്കില് സേതുവിന്റെ മുന്നിൽ ഇനി പ്രതാപനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. സേതു പോയി പ്രതാപനെ പഞ്ചിക്കിടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.